قرآني في قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني نحو العليا يا ربي قد نلت منايا وبختم كتابك أرقى السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين. جنات عدن يدخلونها تجري من تحتها الأنهار لهم فيها ما يشاءون كذلك يجزي الله المتقين. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ വിശ്വാസിനികളായി ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധാർഹമായ ഒരു സൂറത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അർത്ഥഗാംഭീര്യമുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ അതിൻ്റെ മാധുര്യത്തോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും മനസ്സിരുത്തുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. കോവിഡിൻ്റെ പ്രയാസത്തിൽ നിന്ന് ഈ ഭൂമുഖത്ത് മുഴുവനും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയ വചനം, അക്രമകാരികളായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ മരണപ്പെടുന്ന സമയത്തുണ്ടാകുന്ന അവസ്ഥയാണ്. സഹോദരങ്ങളെ, എല്ലാവരും മരിച്ചേ പറ്റൂ. ജനിച്ചല്ലോ നമ്മൾ, മരിച്ചേ പറ്റൂ. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം നമ്മെ തേടിയെത്തും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ മനുഷ്യനും മരണം രുചിച്ചു നോക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്ത് സഹോദരങ്ങളെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള സ്നേഹം നിമിത്തം മരണത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമായിരുന്നില്ല. ലൗകാനത്തിദ്ദുന്യാ തദൂമു ലിവാഹിദിൻ. ഏതെങ്കിലും ഒരു ആൾക്ക് അള്ളാഹു ആയുസ് സ്നേഹത്താൽ നീട്ടിയിട്ട് കൊടുക്കുമായിരുന്നുവെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും രണ്ടിലൊരു മരണത്തെ അഭിമുഖീകരിച്ചേ പറ്റും. ഒന്നുകിൽ വിശ്വാസിയായി അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായി ഭൂമിയിൽ ജീവിച്ച് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള വിടമാറ്റം. മറ്റൊരുത്തൻ അള്ളാഹുവിനെ മറന്ന് ധിക്കാരിയായി തിന്മകളുടെ ലോകത്ത് സഞ്ചരിച്ച് അവൻ്റെ ശാപത്തിലേക്ക്, അവൻ്റെ കോപത്തിലേക്ക്, അവൻ്റെ കോപാഗ്നിയിലേക്കുള്ള വിടുമാറ്റം. വിശ്വാസികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയ ആയത്ത്, അള്ളാഹു ഏറ്റെടുക്കുന്നവർ അക്രമകാരികളായ നിലയിൽ. പക്ഷേ അവിടെ വെച്ചിട്ട് അവർ അവരുടെ തെറ്റുകുറ്റങ്ങൾ സമ്മതിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, തൻ്റെ ജീവിതത്തിൽ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താതെ അവസരങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയതിനു ശേഷം ഖേദിച്ചിട്ടോ ദുഃഖപ്രകടനം നടത്തിയിട്ടോ യാതൊരു കാര്യവുമില്ല. മറിച്ച് കുറ്റബോധം വന്നു റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടി തൗബ ചെയ്ത് ശിഷ്ടജീവിതം അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ആയത്ത്, അത്തരം മരീമസമായ മനസ്സുമായി ദുനിയാവിൽ ജീവിച്ചവൻ മരണത്തോടുകൂടി പ്രയാസത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും അവൻ വീട് മാറേണ്ടി വരും. അതാണ് അവനോട് നരകത്തിൻ്റെ വാതിലൂടെ നീ പ്രവേശിച്ചേക്കുക. അഹങ്കാരികളും ദുരഭിമാനികളുമായ ആളുകളുടെ താവളമാകുന്നു അത് എന്നാണ്. സഹോദരങ്ങളെ, അനുഗ്രഹത്തിൻ്റെ സ്വർഗം അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്കും അവൻ്റെ വിധിവിലക്കൽ ജീവിതത്തിൽ മാനിക്കുന്നവർക്കുമാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും
നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തെപ്പറ്റി പ്രിയപ്പെട്ടവരെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിൽ ജന്ന, നരകത്തിന് തട്ടിത്തെറിപ്പിച്ച് സ്വർഗത്തിലേക്ക് ആർക്കെങ്കിലും പ്രവേശനാനുമതി ലഭിച്ചോ വിശ്വാസികളെ, അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അതുകൊണ്ട് ആ ഭാഗ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അതിനായി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. അള്ളാഹു നാളെ പരലോകത്ത് വിജയം വരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുടെ തലോടലുകൾ ഏറ്റുവാങ്ങി ഈ ലോകത്തോട് യാത്ര പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെയും നമ്മൾ മനസ്സിലാക്കുന്ന ആയത്ത് വളരെ ശ്രദ്ധാർഹമായ രണ്ടായത്താണ് ബോർഡിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധി പറ്റിയുള്ള പരാമർശമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച വചനമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ ശരിക്കും ഈ ആയത്ത്. നരകത്തെപ്പറ്റി ഒരായത്ത് അള്ളാഹു പറഞ്ഞ തൊട്ടടുത്ത ആയത്ത് സ്വർഗത്തെ പറ്റിയാണ്. ഒരായത്തിൽ വിശ്വാസികളെ പറ്റി പറഞ്ഞാൽ തൊട്ടടുത്ത ആയത്ത് സത്യനിഷേധികളെ പറ്റിയാണ്. രണ്ട് വഴി നമ്മുടെ മുന്നിലുണ്ടെന്ന് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ വഖീലല്ലദീന തഖൗ, മുത്തഖീങ്ങളോട് ചോദിക്കപ്പെട്ടാൽ എന്താണ് നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചതെന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയും ഖൈറായതാണ്, ഗുണകരമായതാണ്, എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ ഇഹപര സൗഭാഗ്യത്തിന് വഴി തെളിയിക്കുന്നതാണ്. സഹോദരങ്ങളെ, വഖീലല്ലദീന തഖൗ മാദാ അൻസല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചത് എന്നവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും ഖൈറായതാണ്, അവർ പറയും ഉത്തമമായതാണ്. സഹോദരങ്ങളെ, അള്ളാഹു അവതരിപ്പിക്കുന്നതൊക്കെയും ഉത്തമമാണ്. മനുഷ്യൻ്റെ നന്മക്കും ഗുണത്തിനും ഇഹപര സൗഭാഗ്യത്തിനും വഴിയൊരുങ്ങുന്ന കനപ്പെട്ട ഉപദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. അതാണല്ലോ ഈ ഗ്രന്ഥത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ആ ഗ്രന്ഥം തന്നെ സംസാരിച്ചത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, ഈ ഗ്രന്ഥമെങ്ങാനും ഒരു മലമുകളിലേക്കാണ് അവതീർണമാകുന്നതെങ്കിൽ ഇതിൽ ഉൾക്കൊണ്ട ആശയ ഗാംഭീര്യ നിമിത്തം ആ പാറകൾ തകർന്ന് തരിപ്പണമാകുമായിരുന്നുവെന്നാണ്. സഹോദരങ്ങൾ, അത്രയും അർത്ഥഗാംഭീര്യമുള്ള വചനങ്ങളാണ് ഖുർആനുള്ളത്. കാരണം ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന പടച്ചുറപ്പിൻ്റെ വാക്കാണ്. അതുകൊണ്ടാണ് ഖുർആൻ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, നിനക്ക് അനുഗ്രഹീതമായ ഗ്രന്ഥം ഞാൻ ഇറക്കി തന്നിരിക്കുന്നത് നീ വിറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനും ഗവേഷണം നടത്തുവാനുമാണെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ ഖുർആനിലെ ആയത്ത് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കണം. അതിറങ്ങിയ പശ്ചാത്തലം, ആ വിഷയത്തിൽ ആ ആയത്തിൽ ഉൾക്കൊണ്ട ആശയങ്ങൾ പ്രിയപ്പെട്ടവരെ എല്ലാ അർത്ഥത്തിലും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം മുത്തഖീങ്ങളായ ആളുകളോട്, സൂക്ഷ്മതയിൽ ജീവിക്കുന്ന സഹോദരങ്ങളോട് എന്താണ് റബ്ബ് അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവർ പറയും ഖൈറായത്. ലില്ലദീന അഹ്സനു ഫി ഹാദിഹി ദുനിയ ഹസന, നന്മ ചെയ്യുന്നവർക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ഹസനത്ത് നൽകും. സഹോദരങ്ങളെ, ദുനിയാവിൽ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാലിഹായ ഇണ, അതുപോലെ തന്നെ ഹലാലായ സമ്പാദ്യം, സ്വാലിഹീങ്ങളായ സന്താനം, ഇതൊക്കെ ദുനിയാവിൽ ഹസനത്തുകൾ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥിക്കുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. സഹോദരങ്ങളെ, ഹജ്ജിന് പോകുന്ന അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന സഹോദരങ്ങൾ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള ആ സ്ഥലത്ത് ഇത് മാത്രമാണ് ചെല്ലേണ്ടത്. എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹ് ദുനിയാവിൽ ഹസനത്ത് കൊണ്ട് ആഖിറത്തിലും ഹസനത്ത് കൊണ്ട് നരകാഗ്നിയും ഞങ്ങൾ നിരീക്ഷിക്കണമെന്ന്. എന്താണ് സഹോദരങ്ങളെ ദുനിയാവിൽ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുനിയാവിൽ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വാലിഹായ ഇണയാണ്. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യ, ഹലാലായ സമ്പാദ്യങ്ങൾ, സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഇതൊക്കെ ദുനിയാവിലെ ഹസനത്തുകളാണ്. അതാണ് ഈ ദുനിയാവിൽ അല്ലാഹു ഹസനത്ത് നൽകും. പരലോകത്തും അല്ലാഹു ഹസനത്ത് നൽകും അത്തരം ആളുകൾക്ക്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, ഈ ദുനിയാവിൽ നീ ഹസനത്ത് കൊണ്ടാണ്. സഹോദരങ്ങളെ, അത്യാവശ്യം കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ഭദ്രത, എന്നാൽ ആവശ്യത്തിന് സ്ഥാനമാനങ്ങൾ, എവിടെ ചെന്നാലും പ്രയാസപ്പെടുന്നൊരവസ്ഥാവിശേഷം ഇല്ലാതിരിക്കുന്നൊരന്തരീക്ഷം, ദുനിയാവിൽ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. കണ്ടമാന സ്വത്തുണ്ടായി എന്തുകൊണ്ട് ഒരാൾ സന്തോഷവാനാവില്ല? വലിയ സ്ഥാനമാനങ്ങളുണ്ട് എന്തുകൊണ്ട് സഹോദരങ്ങളെ ഒരു സഹോദരൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല? മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ്റെ കൂടെ നിഴലായി ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ, സുകൃതം ചെയ്യുന്നവന് ദുനിയാവിൽ ഹസനത്തുണ്ട്. മുഹ്സിനീങ്ങൾക്ക് സുകൃതം ചെയ്യുന്നവർക്ക് അല്ലാഹു ഏറ്റവും അനുഗ്രഹം നൽകും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, ആര് നമ്മുടെ വഴിയിൽ പരിശ്രമിക്കുന്നുവോ അവർക്ക് അല്ലാഹു വഴി കാണിച്ചു കൊടുക്കും. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നിശ്ചയമായും അല്ലാഹു സുകൃതം ചെയ്യുന്നവരുടെ കൂടെയാകും. അല്ലാഹു നന്മ ചെയ്യുന്നവരുടെ കൂടെയാകും.
അപ്പം നന്മ ചെയ്യുന്നവർക്ക് അല്ലാഹു ദുനിയാവിൽ ഹസനത്തുണ്ട്. വലദാറുൽ ആഖിറത്തി ഖൈറുൻ, ആഖിറത്തിലെ ഭവനമാകട്ടെ ഏറ്റവും ഉത്തമമാകും. ഈ ദുനിയാവിൽ എന്തൊക്കെ സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടോ പ്രിയപ്പെട്ടവരെ, അതിന് അല്ലാഹു നൽകി യാതൊരു വിലയുമില്ല. വമാ ഉതീതു മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തി ദുനിയ, എന്തൊക്കെ ദുനിയാവിൽ നിനക്ക് നിൻ്റേതായി സ്വന്തമാക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ടോ അതൊക്കെ ദുനിയാവിൽ, അതൊന്നും അള്ളാഹിൻ്റെ അടുത്ത് യാതൊരു വിലയുമില്ല. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. കാരണം ആ കാര്യത്തിൽ അള്ളാഹു സകലരോടും ഒരേ നിലപാടാണ്. നന്മ ചെയ്യുന്നവനും ചെയ്യാത്തവനെ പറ്റി നമ്മൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാളുകളുള്ള സമീപനം ഒരേ രൂപത്തിലാണ്. നന്മയിൽ സഞ്ചരിക്കുന്നവന് അതുപോലെ തന്നെ തിന്മയിൽ സഞ്ചരിക്കുന്ന ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അവന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അപ്പോൾ നന്മ ചെയ്യുന്നവന് ഏറ്റവും ഉത്തമമായത് ദുനിയാവിൽ അള്ളാഹു നൽകും. നാളെ പരലോകത്താകട്ടെ ഇതിലേറെ ഹൈറായതിലേക്ക് അള്ളാഹുവിനെത്തിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ തിരിച്ചറിയും. ദുനിയാവിൽ നമുക്ക് ഹസനത്ത് വേണം, ആഖിറത്തിൽ ഹസനത്ത് വേണം. എന്നാൽ ദുനിയാവ് മാത്രം നെഞ്ചിലേറ്റ് നടക്കുന്നവരെ കൊണ്ട് നമ്മൾ പെടാൻ പാടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ, അല്ലാഹു ദുനിയാവിനെ നീ ആകപ്പാടെ ചിന്തയും ആലോചനയും പണവും അധ്വാനവും ഒക്കെ ദുനിയാവിൻ്റെ കാര്യത്തിൽ വിനിയോഗിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ. വിശ്വാസികളെ, നമ്മുടെ പ്രാർത്ഥനയാണ് ഒരു മനസ്സ് എനിക്ക് അറിവും കഴിവൊക്കെ ഉണ്ട്, പക്ഷേ ദുനിയാവ് പച്ചപിടിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് ഇത് വിനിയോഗിക്കുന്നത്, ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ റസൂലുള്ളാഹി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്ന ആയത്ത്, നന്മ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ ഹസനത്തുണ്ട്, ആഖിറത്തിലെ താകത്തെ ഏറ്റവും ഉത്തമമായതാണ്. വലനിഅമദാറുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകുന്ന, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന ഭവനം എത്രയോ നല്ലത് തന്നെ. നിഅമ ഏറ്റവും നല്ലത്. ബിഇസ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ബിഇസ മസ്വൽ മുത്തക്കബ്ബിരീൻ, ഇത്രമാത്രം റാഹത്തായ ഒരായത്താണ്. മുത്തഖീങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതാണ് അല്ലാഹു നൽകുക, തമ്മാടികൾക്കോ ഏറ്റവും വിഷമകരമായ ശിക്ഷയും അല്ലാഹു നൽകും. അപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയെ സഞ്ചരിച്ച് അവൻ്റെ ആ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ എത്തിപ്പെടാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിലാണ് നമ്മൾ അരയും തലയും മുറിക്കേണ്ടത്. ഈ ദുനിയാവിലേക്ക് അള്ളാഹു പറഞ്ഞു വിട്ടതിന് ആത്യന്തിക ലക്ഷ്യം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുവാനാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ അനുഗ്രഹം നൽകുമെന്നാണ്. പരലോകത്ത് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചതോ അതിലേറെ ഉത്തമമായതാകുന്നു. നമ്മളൊക്കെ ആത്മാർത്ഥമായി എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹുവേ ദുനിയാവിൽ നീ ഹസനത്ത് കൊണ്ട്. ഹജ്ജിന് പോകുന്ന ഹാജിമാർ തവാഫ് ചെയ്യുമ്പോൾ, പരിശുദ്ധ കഅബയിൽ തവാഫ് ചെയ്യുമ്പോൾ റുക്കുല്ലമാനിയുടെയും ഹജറുൽ അസ്വദിനിടയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധാർഹമായ പ്രാർത്ഥനയാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ദുനിയാവിലെ ഹസനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വാലിഹായ ഇണ, ഹലാലായ സമ്പാദ്യം, ഹലാലായ സമ്പാദ്യത്തിലുണ്ടാക്കിയ വീട്, ഇതൊക്കെ ദുനിയാവിലെ ഹസനത്തുകളാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ആഖിറത്തിൽ ഹസനത്ത് എന്ന ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുക, ഖബറിലെ ശിക്ഷ ഇല്ലാതിരിക്കുക, ഹിസാബ് യസീറാവുക, സിംഹാസനത്തിൻ്റെ തണൽ ലഭിക്കുക, അവസാനം നിത്യവാസത്തിൻ്റെ സ്വർഗത്തിലേക്ക് വീട് മാറ്റം ലഭിക്കുക. അതാണ് നമ്മൾ പഠിക്കുന്ന വചനം. അങ്ങനെ വിശ്വാസികളായി ജീവിക്കുന്നവർക്ക് ജന്നാത്തു അദിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗം. സ്വർഗത്തിൽ പ്രവേശിച്ചാൽ സഹോദരങ്ങളെ ഒരിക്കലും അവിടെ വിട്ട് പോകേണ്ടി വരിക. അത് സ്ഥിരവാസത്തിൻ്റെ സ്വർഗമാണ്. അതിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ യദ്ഖുലൂനഹ തജ്രി മിൻ, അവരുടെ അടിഭാഗത്തുള്ള നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പ്. എന്തെല്ലാം സുഖങ്ങളും സൗകര്യങ്ങളും സഹോദരങ്ങളെ ഉണ്ടോ അതൊക്കെ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഒരുക്കിയ സ്വർഗീയ സുഖാനുഭൂതികളെ പറ്റി നമുക്ക് വിവരിക്കാൻ സാധ്യമല്ല. അത്രമാത്രം അനുഗ്രഹത്തിൻ്റെ, അതുപോലെ തന്നെ നിഅമാത്തുകളുടെ കൂമ്പാരങ്ങളാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. അപ്പോൾ അടിഭാഗത്തുള്ള നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പ്. ആഗ്രഹിക്കുന്നതൊക്കെയും അല്ലാഹു ലഹും ഫീഹാ മാ യശാഊൻ, അവരാഗ്രഹിക്കുന്നതൊക്കെ ഒരു വിശ്വാസി ന്യായമായി എന്താഗ്രഹം അവിടെ വെച്ച് പുലർത്തിയോ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. എന്തൊക്കെ ആഗ്രഹമുണ്ടോ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. എത്രയോ ആളുകൾ ചെറുപ്രായത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങളാണ് അവർ ഈ ഭൂമിയിൽ ഇട്ടേച്ച് യാത്രയാകുന്നത്. പക്ഷേ ന്യായമായ ഒരു വിശ്വാസിയുടെ സകലാഗ്രഹങ്ങളും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കും. അതാണല്ലോ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും, നിശ്ചയമായി നിങ്ങൾക്കവിടെ മനസ്സാഗ്രഹിക്കുന്നതൊക്കെ തന്നെയുമുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ ഈ കാണുന്ന സുഖങ്ങളും സൗകര്യങ്ങളും നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ
അള്ളാഹുവിൻ്റെ അടിമകൾക്കായി മാത്രം ഒരുക്കി വെച്ച അനുഗ്രഹത്തിൻ്റെ സ്വർഗങ്ങൾ, അവിടെ സുഖാനുഭൂതികൾ നമുക്കൊരിക്കലും വിവരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവിടെ ആഗ്രഹിക്കുന്നതൊക്കെ അള്ളാഹുവർക്ക് നൽകും. ഖദാലിക ജില്ലാഹുൽ മുത്തഖീൻ, അപ്രകാരമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. അപ്പം മുത്തഖീങ്ങൾക്ക് അള്ളാഹു മുന്തിയ പരിഗണന നൽകും. ഇന്നലിൽ മുത്തഖീന മഫാസ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിശ്ചയം അള്ളാഹുവിൻ്റെ ആദരണീയൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവനാകും. അവിടെ പരിഗണനയും ആദരവും അതുപോലെ തന്നെ അംഗീകാരവും വിശ്വാസികളെ അവനെ ഭയന്ന് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവർക്കാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ 2 ആയത്ത് വളരെ ശ്രദ്ധാർഹമായ ആയത്താണ് മുത്തഖീങ്ങളുടെ അവസ്ഥകൾ. അള്ളാഹിനെ ഭയന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് എല്ലാ നിലക്കും ദുനിയാവിലും ആഖിറത്തും സന്തോഷവും അനുഗ്രഹവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുമെന്നാണ് നമ്മൾ ഈ ആയത്ത് പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ. വിശ്വാസികളെ ആ പറയപ്പെട്ട മുത്തഖീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.